ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പ്രത്യേകത അറിയോ? ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാനും അനിയനും കൂടി ജസ്റ്റ് ആലപ്പുഴ വരെ പോയി ഇന്നത്തെ ദിവസം ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് വെച്ച്. ഞങ്ങൾ രണ്ടും കൂടി പോവാ. നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നേരെ മൂവിക്ക് പോകാനാണ്. മൂവി എന്ന് പറയുമ്പോൾ ദൃശ്യം 3 കാണാൻ പോവാന്ന് വെച്ചു. അപ്പം മൂവി എങ്ങനെയുണ്ടെന്ന് കുറേ റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ട്. സംഭവം ഭയങ്കര സസ്പെൻസ് ഒക്കെയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഒന്ന് പോയി നോക്കാം. പോയി നോക്കിയിട്ട് ഞാൻ എൻ്റെ റിവ്യൂ ഉറപ്പായിട്ടും പറയാം. അങ്ങനെ ബസ് കിട്ടി. പിന്നെ നിറച്ച് സീറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ സുഖമായിട്ടിരുന്ന കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് നല്ല വൈബ് അടിച്ച് പോവാന്നൊക്കെ വിചാരിച്ചു. ഞാനും അവനും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫോട്ടോസും എടുത്ത് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. നേരെ തിയേറ്ററിലേക്ക് പോവാം. അപ്പം ഞങ്ങളിന്ന് മൂവി കാണാൻ വന്നേക്കുന്നത് ആലപ്പുഴയിലെ കൈരളി സ്ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്ററിലേക്കാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ വന്നു. അങ്ങനെ മൂവി സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ 2.5 മണിക്കൂർ പോയ പോലായിരുന്നു തോന്നിയത്. അങ്ങനെ മൂവി കണ്ടിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ സിനിമ കണ്ടിറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, കൊള്ളാം. ഇനി അടുത്ത ഫുഡ് കഴിക്കാൻ പോവാം. ഇപ്പം ഏകദേശം സമയം 3 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ആലപ്പുഴയിലെ അച്ചായൻസിലേക്കാണ്. ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ആദ്യം നമ്മളിരുന്ന സീറ്റിൽ നിന്ന് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് അത്ര സുഖമില്ലായിരുന്നു. നീ ഫുഡ് മതിയായ? ശരിക്കും മതിയായ? ശരിക്കും ഗൈസ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തു. അത്യാവശ്യം എല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയൊരു ഡെസേർട്ടും കൂടി ബ്രൗണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ വരും. അതിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നേരേക്കാൻ ഞാൻ എന്താ ഇത്രയും കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എന്നെ കൊണ്ട് വയ്യ കഴിക്കാൻ. അങ്ങനെ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ ഡെസേർട്ട്. ബ്രൗണി വിത്ത് ഐസ്ക്രീം. ശ്രദ്ധിച്ചോണം, വിത്ത് ഐസ്ക്രീമാണ്. ആ ട്യൂട്ടോറിയൽ വീഡിയോ കാണിക്ക്. നമ്മളത് ഐസ്ക്രീമിൻ്റെ മേൽ ഭാഗമുണ്ട്. അവിടെ നിന്നൊരു കോർണറിൽ ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വന്നിട്ട് ഒലിച്ചു വരുമ്പോഴത്തേക്ക് ആ ചോക്ലേറ്റ് ആ ക്രീം ഒലിച്ചു എടുത്തില്ലേ, അതിങ്ങനെ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കോർണർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുക്കണം. അടുത്തത് ഞങ്ങൾ നേരെ ഒരു ചെറിയ പർച്ചേസിങ് നടത്തി. അവനൊരു ചെരുപ്പും ഷൂസും ഒക്കെ വാങ്ങിച്ചു, ബെൽറ്റൊക്കെ വാങ്ങിച്ചു. അവൻ ഇനി ഉടനെ ഹോസ്റ്റലിലേക്ക് പോകും. അവൻ്റെ ക്ലാസ് ഉടനെ തുടങ്ങും. അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ചൊരു ക്യാമറ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. എൻ്റെ ചിരി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്തോ ഉണ്ടെന്ന്. ചേട്ടൻ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും വഴി ഒരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ച് തന്നെ നടന്നത് ഇന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇവരെ എല്ലാവരെയും കണ്ടു. പിന്നെ കയ്യിൽ കേക്കും ബൊക്കെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഊഹിച്ചു. ഇതിനെ കണ്ടാലേ എനിക്കറിയാം എന്താ ഉണ്ടായി വന്നത്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. എനിക്കറിയാം. അങ്ങനെ കേക്കും ബൊക്കെ എല്ലാം കിട്ടിക്കഴിഞ്ഞ് അടുത്തത് ഇനി കേക്ക് എവിടെ വെച്ച് മുറിക്കുമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മുപ്പാലത്തേക്ക് വന്നിട്ടുണ്ട്. മുപ്പാലം എന്ന് പറഞ്ഞാൽ ഇപ്പം 4 പാലം ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ സ്പോട്ടുണ്ട് ഇരിക്കാനും കേക്ക് മുറിക്കാനും ഒക്കെ ആയിട്ട് നല്ല വൈബുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നേരെ നടന്ന് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഇതാണ് കേട്ടോ മുപ്പാലം. ഇത് അത്യാവശ്യം നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ഫ്രണ്ടിലൊരു തോടുണ്ട്. പിന്നെ കുറച്ച് മരങ്ങളൊക്കെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടൊക്കെ നോക്കിയ ശേഷം നേരെ കേക്കൊക്കെ എടുത്തു. കേക്ക് മുറിക്കാനായി സഖാവ് ചന്ദനി അവനോട് നല്ല കേക്കാടാ. ഓ, അത് ആനവായി. അയ്യോ ദേവനും എടുത്തില്ല ദേവ്. അങ്ങനെ കേക്ക് കട്ടിങ് സെലിബ്രേഷൻസും എല്ലാം കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ചിലവ് വേണമെന്ന് പറഞ്ഞതാ നേരെ ഈ ഒരു കടയിലോട്ട് കയറിയിട്ടുണ്ട്. ഇതൊരു കൊച്ചു കഫേ പോലെയാണ്. കൊച്ചല്ല, അത്യാവശ്യം വലുതാണ്. ഒരു അമ്പലം ടച്ച്, ഒരു ട്രഡീഷണൽ ടച്ച് വൈബ് പോലെ തോന്നിക്കും. എല്ലാത്തിനും ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ട് ഫിൽറ്റർ കോഫിയും ടീയും സ്നാക്സും ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ടീ വരുന്നതും വരെ എല്ലാവരും ഓരോരോ വട എടുത്ത് വെച്ച് കഴിക്കുകയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു വട പല രീതിയിൽ കഴിക്കാന്നുള്ള എക്സ്പ്രഷൻസ് ആണ് കേട്ടോ ഓരോരുത്തരുടെ. ഇത് എക്സ്പ്രഷൻ ഒരു വെറൈറ്റി എക്സ്പ്രഷൻ. ഈ ലോകത്ത് ആരും ഇതുപോലെ വട കഴിക്കത്തില്ല. ഇതൊരു വെറൈറ്റി ജീവിയാണ്. നോക്ക്, നിങ്ങൾക്ക് അവൻ്റെ കഴിപ്പ് കണ്ടാൽ മനസ്സിലാവും. അത്രയ്ക്ക് ആസ്വദിച്ചാണ് അവൻ ഓരോ തവണയും കഴിക്കുന്നത്. ആഹാ, എന്തൊരു ചിരിയാന്ന് നോക്കിയാൽ മുഖത്ത്.
അങ്ങനെ ബർത്ത്ഡേ വൈബ്സും സെലിബ്രേഷൻസും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കയറി വീട്ടിൽ പോകാൻ പോവാ. അതെ, അങ്ങനെ ഇതാ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സായിരുന്നു. രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ വീട്ടിൽ പോവുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അതാണ് ഇപ്പോൾ നല്ല ടയേർഡാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ബ്ലോഗെല്ലാം ഇവിടെ തീരാണ് കേട്ടോ. അപ്പോൾ ബൈ.